പിന്നെ എഴുന്നേറ്റില്ലേ? ഏട്ടാ ഏട്ടാ, എന്താ കുടിക്കാൻ ചായ എടുക്കണോ കോഫി എടുക്കണോ? നീ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാ. അതൊക്കെ പോട്ടെ, ബാങ്കിൽ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് അതെന്തായി? ആ, പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ടാ നേരത്തെ എത്തിയത്. ശരി, ഞാൻ കോഫി എടുക്കട്ടെ. ഏട്ടാ ഏട്ടാ, ദാ കോഫി എടുക്ക്. ആരോ ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ ആരാന്ന് പോയി നോക്കിട്ട് വരട്ടെ. നോക്കിട്ടോ. നമസ്കാരം. ആ, ആരാ വേണ്ടേ? വീട്ടില് വലിയ ആൾക്കാരെ ആരുമില്ലേ? സാരല്ല, നിങ്ങൾ എന്നോട് തന്നെ പറഞ്ഞോളൂ. അതല്ല, ഇത് വലിയൊരു അടുത്തേ പറയാൻ പറ്റുമോ? ഓ അതെയോ, ശരി, വെയിറ്റ് ചെയ്യണേ, ഞാൻ വിളിച്ചോണ്ട് വന്നേക്കാം. ആ ശരി. ഏട്ടാ, ഏതൊരു സെയിൽസ്മാനാ വന്നിരിക്കുന്നെ, നിങ്ങളെ കാണണമെന്നാ പറയുന്നത്. നിങ്ങൾ പോയി എന്താന്നൊന്ന് ചോദിക്ക്. എന്നോട് എന്ത് പറയാനാ? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ശരി, എന്നാ പിടിക്കേ. ആരാ നിങ്ങള്? നിങ്ങക്ക് എന്താ വേണ്ടത്? സാർ, നിങ്ങളൊരു കാര്യം പറയണ സാർ. അകത്തേക്ക് വന്നോട്ടെ? സാരമില്ല, എന്ത് പ്രശ്നമാണെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല സാർ. ഈ കാര്യം പുറത്തുനിന്ന് പറഞ്ഞാൽ ശരിയാവില്ല സാർ. ബ്രദർ, ഈ നേരം കേട്ട നേരത്തെ എന്തിനാ എന്നെ ഇങ്ങനെ വീപ്പി കയറ്റുന്നത്? സാർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാർ. പ്ലീസ് സാർ. ശരി, വാ. ഓക്കെ സാർ, താങ്ക് യു. ഇനി കാര്യം പറ. സാർ, അത് പിന്നെ സാർ, ഞാനും നിങ്ങളുടെ മോളും തമ്മിൽ 3 കൊല്ലം ഇഷ്ടത്തിലാണ് സാർ. എന്റെ മോളും നീ തമ്മിൽ 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണെന്നോ? അതെ സാർ. ഞാനും നിങ്ങളുടെ മോളും തമ്മിൽ വളരെ സിൻസിയർ ലവാണ് സാർ. നിങ്ങളുടെ മോളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരൂ സാർ. ഏയ്, നീ ഏത് പെണ്ണെ പറ്റി ഈ പറയുന്നത്? സാർ, കുറച്ചു നേരം മുമ്പ് ഇവിടുന്ന് പോയില്ല സാർ ഒരു പെണ്ണ്. അവരെയാണ് സാർ. എനിക്ക് അവരെ ദയവേത് കല്യാണം കഴിപ്പിച്ചു തരൂ സാർ. എന്താ പറഞ്ഞേ? കുറച്ചു നേരം മുമ്പ് കണ്ട് സംസാരിച്ച പെണ്ണ് നിന്നെ കല്യാണം കഴിച്ചാണോ? അതെ സാർ. എടാ, അത് നടക്കുന്ന കാര്യമില്ല സാർ. പ്ലീസ് സാർ, ഞാൻ നിങ്ങളുടെ മോളെ സിൻസിയറായി പ്രണയിക്കുകയാണ് സാർ. അവളുടെ സൗന്ദര്യം കണ്ട് അന്ന് തന്നെ അവളെ എനിക്ക് വളരെ ഇഷ്ടമായി സാർ. പ്ലീസ് സാർ, ഒന്ന് മനസ്സിലാക്കൂ സാർ. എടാ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ആ പെണ്ണ് നിന്നെ കല്യാണം കഴിച്ചാൽ പറ്റത്തില്ല സാർ. പ്ലീസ് സാർ, നിങ്ങളുടെ മോളെന്ന് വെച്ചാൽ എനിക്ക് വളരെ ജീവനാണ് സാർ. പ്ലീസ് സാർ, ഞങ്ങളെ ചേർത്ത് വെച്ചേക്ക് സാർ. എടാ, ഞാൻ പറയുന്നത് കേക്ക്. ആ പെണ്ണ് നിന്നെ കല്യാണം കഴിച്ചാൽ പറ്റില്ല. ഞാൻ തൊഴുതു പറയാ, അതിനെ വിട്ടേക്ക് സാർ. പ്ലീസ് സാർ, ഞാൻ നിങ്ങളുടെ മോളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 കൊല്ലങ്ങളായി സാർ. സാർ, പ്ലീസ് സാർ, എന്റെ ഫീലിംഗ്സ് ഒന്ന് മനസ്സിലാക്കൂ സാർ. എടാ, അതെന്റെ ഭാര്യയാടാ. എന്ത്? എന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ എന്റെ അടുത്ത് ഒന്നും സമ്മതിക്കണോടാ. സാർ, വെറുതെ പറയില്ലേ സാർ. നിങ്ങളുടെ തമാശയ്ക്ക് ഒരു അളവില്ല സാർ. അവര് നിങ്ങളുടെ ഭാര്യയാണോ? കാണാൻ അവരുടെ അച്ഛനെ പോലെയുണ്ട്. ഞാനോ? അതെ സാർ. എന്നെ കണ്ട ആ പെണ്ണിന്റെ അപ്പനെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? അതെ സാർ. സാർ, പ്ലീസ് സാർ, നിങ്ങളുടെ മോളെന്ന് വെച്ചാൽ ജീവനാണ്. പ്ലീസ് സാർ, ഞങ്ങളെ ചേർത്ത് വെച്ചേക്ക് സാർ. നിങ്ങളുടെ മോളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചേക്കും സാർ. മനസ്സിലാവുന്നില്ല, ഇറങ്ങി പോണ വെളിയിലെ. സാർ, സാർ, പ്ലീസ് സാർ. ഇത് കൂടുതൽ വാക്ക് സംസാരിച്ചതിനെ ചവിടി കൂട്ടും. ഇനി ഏരിയയിലേക്ക് വന്നു പോകരുത്. കേക്കു സാർ. ഞങ്ങളുടെ പ്രണയം ദിവ്യത്വമാണ് സാർ. എന്തോന്ന്? എന്നെ കണ്ടാല് അവളുടെ അപ്പനെ പോലെ ഇരിക്കുന്നോ? എന്റെ ഗുരുവായൂരപ്പാ, മനുഷ്യന്റെ മനസ്സമാനം കളഞ്ഞല്ലോ. എന്താണ് ഏട്ടാ കാര്യം? ഞാൻ എന്താ പറയാ, നിന്നെ ഞാൻ അവന് കെട്ടിച്ചു കൊടുക്കണമെന്ന്. എന്ത്? എന്നെയോ? അതെ, എന്നെ കണ്ടാ നിന്റെ അപ്പനെ പോലെ ഉണ്ടെന്നും നിന്നെ കണ്ടാൽ എന്റെ മോളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞേ. ഞാൻ എത്ര തവണ പറഞ്ഞതാ ആ ഹെയർ ഒന്ന് കളർ ചെയ്യുന്നു. അറിയാത്ത ആരെങ്കിലും കാണുമ്പോ നിങ്ങൾ ഒരു വയസ്സനാന്നല്ലേ വിചാരിക്കൂ. ഒരാള് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് എന്തൊരു ദേഷ്യം വരുന്നത്. ഞാൻ പുറത്തു പോയപ്പോ എന്നോട് എത്ര പേര് പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ ഈ നരച്ച മുടിക്കൊന്ന് ഡൈ അടിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? സോൾട്ട് ആൻഡ് പെപ്പർ ആണ്, സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇമേജിന് നിങ്ങൾ തന്നെ നശിപ്പിക്കുന്നത്. അല്ലാണ്ടെന്ന് പറയാൻ. എടി, നീ ഇത് പറഞ്ഞു എന്തെങ്കിലും ടെൻഷൻ ആക്കാതെ ഇപ്പൊ തന്നെ സലൂണിൽ പോയി എന്തെങ്കിലും കളർ തേച്ച് ഞാൻ ചെറുപ്പം പോവാ. അയ്യോ, ഇത് കറ ഒതുവല്ലോ. നമസ്കാരം മാഡം. ആരാ നിങ്ങള്? ഞാൻ ട്യൂഷൻ മാസ്റ്ററാണ്. ഞാൻ നിങ്ങളെ രാവിലെ വിളിച്ചിരുന്നില്ലേ? ഓ അതെ അതെ അതെ, വരൂ, അകത്തേക്ക് വരൂ. ഷോ, എനിക്ക് പുറത്തേക്ക് പോണായിരുന്നു. സാരല്ല, വരൂ, എന്റെ മകളെ പരിചയപ്പെടുത്തി തരാം. ശരി. മാഡം, നിങ്ങളുടെ മോള് മാത്സിൽ വളരെ വീക്കാണെന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ മോൾക്ക് ട്യൂഷൻ തുടങ്ങിക്കോട്ടെ? നല്ല കാര്യാണ്. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ മകൾ മാത്സിൽ വീക്കാ. അവൾ ആ സബ്ജക്റ്റിൽ നല്ല മാർക്ക് എടുക്കുന്ന കാര്യം നിങ്ങൾ നോക്കണം. നിങ്ങൾ മാത്സ് നന്നായി പഠിപ്പിക്കുന്നു കേട്ടു. എന്റെ ഫ്രണ്ടാണ് എനിക്ക് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ മകൾക്ക് മനസ്സിലാകുന്ന മാതിരി മാത്സ് പറഞ്ഞു കൊടുത്താലേ മതി. ഓക്കേ മാഡം. പിന്നെ നിങ്ങൾക്ക് 5-ാം തീയതിയൊക്കെ നിങ്ങളുടെ ഫീസ് തന്നോളാം.
ഫീസിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം മാഡം. ആദ്യം നിങ്ങളുടെ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കൂ. മോനിക, മോനിക. ആ വിളിച്ചോ അമ്മേ? ആ, ഇദ്ദേഹത്തിന്റെ പേര് രാഖിന്ന. ഹായ്. ഇനി മുതൽ എന്നും ഈവനിങ് വന്ന് നിനക്ക് ട്യൂഷൻ പറഞ്ഞു തരും. ഇദ്ദേഹം പറഞ്ഞ പോലെ നന്നായി പഠിച്ച് മാത്സിൽ നല്ല മാർക്ക് എടുക്കണം. ഇനി ഇവള് നിങ്ങളുടെ ഉത്തരവാദ സാർ. എനിക്ക് കുറച്ച് പുറത്തു പോണായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ പോട്ടെ. ആ. നിങ്ങൾ അവക്ക് ട്യൂഷൻ പറഞ്ഞു നിങ്ങള് കൊടുത്തോളൂ. പോയിക്കോളൂ. ഓക്കെ മോളെ. ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചു മനസ്സിലാക്ക്. ഇരിക്കും മോളെ. ഉം. നീ മാത്സിൽ വളരെ വീക്കാണെന്ന് പറഞ്ഞല്ലോ. ആ, ഉം, ശരി, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഉം. ആ സാർ തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് സമയമായി, ഞാൻ പുറപ്പെടുകയാണേ. ഇത് നോക്ക്, സാറ് പോയ ശേഷം മെയിൻ ഗേറ്റ് പൂട്ടി അകത്തിരിക്കണേ. ഞാൻ ഒരു 2 മണിക്കൂറിൽ ആ, തിരിച്ചെത്തിക്കോളാം. ഓക്കെ. ശരി അമ്മേ. ആ. ഉം. ഞാൻ നിനക്കപ്പോ ഈ സമ്മ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഈ സമ്മ് എങ്ങനെയാ സോൾവ് ഉം. ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നോ? ഇല്ല സർ. ആഹാ, ഞാൻ നിനക്കെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. നീ ഉം. ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ഓക്കെ അല്ലേ? ആ, ശരി, ഓക്കെ. അതായത് ശരി മോളെ, നമുക്ക് ട്യൂഷൻ തുടങ്ങിയാലോ? ആ തുടങ്ങാം സർ. ആ, അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ അമ്മ എവിടെ? വീട്ടിൽ കാണുന്നില്ലല്ലോ. ആ, ഈ ആഴ്ച മുഴുവൻ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. നൈറ്റ് ഷിഫ്റ്റോ? അതെ സർ, ഒരു MNC കമ്പനിയിൽ അമ്മ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാണ് സർ. ഈ ആഴ്ച മുഴുവൻ അമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, നമുക്ക് സം സോൾവ് ചെയ്യാം. ഉം. എന്താ, മനസ്സിലായോ? ഉം. മനസ്സിലായില്ലല്ലേ? ശരി, അടുത്ത സം സോൾവ് ചെയ്യാം. ഉം. ആ, ആ, മോനി, ഉം. നിന്റെ അമ്മ എവിടെയാ പോയത്? ഈ ആഴ്ച മുഴുവൻ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ സർ. അത് ശരിയാണല്ലോ. ഉം. ശരി, ഞാൻ ഇന്നലെ തന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തില്ലേ? ആ ചെയ്തു സർ. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ലെസണിലേക്ക് പോകാം. ഉം. ഓക്കെ അല്ലേ? ഉം. A² + B². ഉം. ഓക്കെ, ഈ ഫോർമുല എല്ലാം നീ മുഴുവനും കാണാപ്പടം പഠിക്കണം കേട്ടോ. ഇതാണ് ഉം. ബേസിക്. ഓക്കെ, ഓക്കെ സർ. ഇതറിഞ്ഞാൽ എല്ലാ ഉം. സംഭവം സോൾവ് ചെയ്യാം. ശരി സർ. ഉം. ഇനി അടുത്തത് ആ സം ആ, നോക്കിയേ. ഇതോ? അതന്നെ. ആ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉം. ശ്ശെ, അതെ, ഉം. എന്തു പറ്റി? എന്തിനാ സർ എപ്പോ നോക്കിയാലും എന്റെ മേത്ത് കൈ വെക്കുന്നേ? ഹേയ്, എടാ. ഇതൊക്കെ? അവള് നീ എന്താ ചെയ്തിരിക്കുന്നെ? സോറി നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകളുടെ മേൽ കൈവയ്ക്കും? നിന്നെ കൈയോടെ പിടിക്കാൻ വേണ്ടിയായിരുന്നു ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നത്. എന്തിനാണ് അവളുടെ മേൽ കൈവച്ച്? സോറി മാഡം, അറിയാതെ ചെയ്തു പോയി. ഇനി ഞാൻ ചെയ്യില്ല മാഡം, എന്നെ വിട്ടേക്ക്. റാസ്കൽ.